ഇപ്പൊ ആ പരാതി കൊടുത്ത അൻവറിന്റെ പേരിൽ ഫോൺ ചോർത്തിയതിന് മഞ്ചേരി പോലീസിൽ പരാതി. എത്ര കേസുകൾ? ഇനി എത്ര എണ്ണം വരും? വരട്ടെ. ഒരൊറ്റ കാര്യമേ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. മണിക്കൂറുകൾ സംസാരിക്കാൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച നയരേഖ നിങ്ങളുടെ മുന്നിൽ ഈ സാമൂഹിക മുന്നേറ്റത്തിന് കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മളിത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളാണ് ഇനി അത് പരിശോധിക്കേണ്ടത്. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പോലീസിൽ കടന്നു വന്നിട്ടുള്ള ഈ പക്ഷപാതിത്വം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് നിയമ പരിരക്ഷ നൽകണം എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച പ്രധാനമായ ഒരു വിഷയം. രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന എല്ലാ അവകാശങ്ങളിലും ഒരു വിഭാഗത്തെ മാത്രം അപരവൽക്കരിക്കുന്ന ഈ നടപടി അത് കൈകാര്യം ചെയ്യാൻ നിയമം കൊണ്ടുവരണം എന്ന് നമ്മൾ നയരേഖയിൽ പറയുന്നു. നിങ്ങൾ പരിശോധിക്കണം. മറ്റൊരു കാര്യം എന്താണ്? പ്രധാനമായിട്ടും ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ ഈ മലബാരത്തിൽ മുഴുവൻ ജനങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ജനവിസ്തൃതി, ഭൂവിസ്തൃതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തെ പല സംഘടനകളുമുണ്ട്. എന്താണ് അവർക്ക് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യം? നമുക്കറിയാം, ആഗോളതാപനം, ചൂട് വർദ്ധിക്കുകയാണ് ഭൂമിയിൽ. 1/2 ഡിഗ്രി കൂടി ചൂട് വർദ്ധിച്ചാൽ ലോകത്തിലെ ഐസ് മലകൾ ഉരുകുമെന്നും ആ ഐസ് മലകൾ ഉരുകി വെള്ളമായി കടലിലെത്തിയാൽ ഇന്നത്തെ സീ ലെവലിൽ നിന്നും 1 മീറ്റർ 1.5 മീറ്റർ ഉയരം മാത്രമുള്ള ഭൂപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിൽ അടിയാകുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ലോകം നീങ്ങുകയാണ്. അപ്പോ ഇവിടെ ചൂട് നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു പശ്ചിമഘട്ടം. ആ പശ്ചിമഘട്ടത്തിലെ വനവിസ്തൃതി വർദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. കാർബണിന്റെ അളവ് കുറക്കാൻ വനവൽക്കരണം മാത്രമാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ എന്താ വേണം? ഈ പശ്ചിമഘട്ടത്തിലുള്ള ജനവാസം കുറക്കണം, മനുഷ്യവാസം കുറയണം. ആരുടെ ആവശ്യം? ഞാൻ ഈ സൂചിപ്പിച്ച സീ ലെവലിൽ നിന്നും 1.5 മീറ്റർ മാത്രം ഉയരത്തിൽ നിൽക്കുന്ന, എന്തിനേറെ പറയുന്നു, നമ്മുടെ കോഴിക്കോട് അങ്ങാടി പോലും മുങ്ങും. തൊട്ടടുക്ക് കിടക്കുന്ന ലക്ഷദ്വീപ് മുങ്ങിപ്പോകും. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാലിദ്വീപ് വെള്ളത്തിനടിയിലാകും. അതിന്റെ പടിഞ്ഞാറ് കിടക്കുന്ന ശ്രീലങ്ക വെള്ളത്തിനടിയിലാകും. 1.5 മീറ്റർ വെള്ളം സീ ലെവലിൽ നിന്ന് പൊങ്ങിയാൽ അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അപകടാവസ്ഥയിലേക്ക് ഈ ഐസ് മലകളുടെ ഉരുക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ലോകത്തെ പല രാജ്യങ്ങളും കാർബൺ ഫണ്ട് നൽകുന്നു നമ്മുടെ രാജ്യത്തിന്. ആ ഫണ്ട് ഈ മലകളിൽ താമസിക്കുന്ന ഈ കാർഷിക കുടുംബങ്ങൾക്ക് നൽകി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി കൂടുതൽ ഫോറസ്റ്റൈസേഷൻ നടത്തണമെന്ന നിബന്ധന കാറ്റിൽ പറത്തി ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു പദ്ധതി നടക്കുന്നുണ്ടല്ലോ. എത്ര ഭൂമി ഉണ്ടെങ്കിലും 15 ലക്ഷം കൊടുക്കും സർക്കാർ. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏകദേശം 70-ഓളം കുടുംബങ്ങൾ സറണ്ടർ ചെയ്തു അവരുടെ കൃഷിഭൂമി. ആർക്ക്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്. എന്തിനാ സറണ്ടർ ചെയ്തത്? വന്യമൃഗശല്യം താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ശക്തമായി അതിനെ എതിർത്തു. ഈ കുടുംബങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. നിങ്ങളിത് ചെയ്യരുത്. കാരണം അവർ ചെയ്താൽ എന്താ അപകടം? ഒരു മേഖലയുള്ള വീടുകൾ ഒഴിഞ്ഞു പോകുന്നതോടുകൂടി ആ പ്രദേശം പിന്നെ കാട് മൂടുകയാണ്. പിന്നെ അടുത്ത് കിടക്കുന്ന അടുത്ത മേഖലയിലേക്ക്, അടുത്ത വീട്ടിലേക്കായി വന്യമൃഗങ്ങളുടെ ആക്രമണം.
അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് ആളുകൾ വിറ്റിറങ്ങുന്നു കിട്ടുന്ന പൈസക്ക്. എന്താ ഈ കാട്ടാനകൾ സ്വൈരവിഹാരം നടത്തുന്നു അങ്ങാടികളിൽ? എന്താ കാരണം? ആനക്ക് തിന്നാൻ കാട്ടിലൊന്നുമില്ല. ആനയുടെ ഇഷ്ടഭക്ഷണം എന്താ? മുളയാണ്. സ്ഥിരമായി ഗൂഡല്ലൂരിലേക്കും പന്തല്ലൂരിലേക്കും ഗുണ്ടൽപേട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥിരം കച്ചവടക്കാരായ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരു 5-6 വർഷം മുമ്പ് വരെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഗൂഡല്ലൂർ തൊട്ട് ഗുണ്ടൽപേട്ട വരെ ഈ ഫോറസ്റ്റിൽ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്നത് മുളകളാണ്. ഒരൊറ്റ മുളയുടെ കുണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒറ്റൊന്ന്. എങ്ങനെയാണ് ഈ മുളകൾ ഒറ്റയടിക്ക് നശിച്ചു പോയത്? മലമ്പ്രദേശത്ത് വനമേഖലക്ക് താമസിക്കുന്ന ആളുകൾ പറയുന്നു, ഫോറസ്റ്റിൽ തന്നെ ഒരു വിഭാഗം ഇത് നശിപ്പിക്കാനുള്ള മരുന്ന് ഈ മുളക്ക് കീഴെ കൊണ്ടിടുന്നു. വിശ്വസിക്കാൻ കഴിയോ? ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ട കേസാണ്. നമുക്കൊന്ന് വിശന്നു പോട്ടെ. ഇപ്പൊ 1.5-2 മണിക്കൂർ 2.5 മണിക്കൂറായി നിങ്ങൾ നിൽക്കുന്നത്. ഒരു 2 മണിക്കൂറും കൂടി നിങ്ങളെവിടെ നിർത്തിയാൽ ഇറങ്ങി ഓടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഹോട്ടലിലേക്ക്. കച്ചവടം പൂട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്ത്, ഒരു 5 മിനിറ്റ് ഉള്ള ഒരു പൊറാട്ടയെങ്കിലും കൊണ്ടാ എന്ന് പറയും അല്ലേ? അതാണ് വിശപ്പ്.